അപ്പോൾ ഗൈസ് നമ്മൾ കാലത്ത് തന്നെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റാക്കാൻ പോകുക കേട്ടോ. എന്താണെന്നറിയോ, ഇന്നൊരു ഭയങ്കര യുദ്ധം നടക്കാൻ പോകുക ഗൈസ്. വേറെ ഒന്നല്ല, നമുക്ക് മണ്ഡലമാസമായി. മണ്ഡലമാസ സമയത്ത് എന്താണ്, നമ്മുടെ വീടൊക്കെ ഒന്ന് നമ്മളൊന്ന് അടിച്ച് തളിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വർഷം പഴയതാണ് ഗൈസ്. നമ്മളിങ്ങനെ എല്ലാ കൊല്ലം ഇങ്ങനെ എടുത്ത് വെളിയിൽ വയ്ക്കും, അടിച്ച് തുടയ്ക്കും, കയറ്റി വയ്ക്കും. കണ്ട് ഇതൊക്കെ പകുതി സാധനങ്ങളാട്ടോ. ഇനി ഇഷ്ടംപോലെ സാധനങ്ങൾ, കുറേ സാധനങ്ങൾ ഫ്രണ്ടിലും ഇറക്കി വെച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് ഫുള്ള് നമുക്ക് ഇറക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി ഒന്ന് അടിച്ച് വാറാമലയൊക്കെ തട്ടി പൊടിയൊക്കെ ഒന്ന് വീട് ഫുള്ള് നമ്മൾ ക്ലീനിങ് പരിപാടിയാണ്. അപ്പോൾ അമ്മയുണ്ട് കേട്ടോ, അമ്മയെ ഹെൽപ്പ് ചെയ്യാണ്ട്. അമ്മയാണ് ഏണിയൊക്കെ വെച്ചിട്ട് മേലെയൊക്കെ തട്ടുന്നത് അമ്മയാണ് കേട്ടോ. ബാക്കിയുള്ളവിടേക്കാണ് ഞാൻ തട്ടി ക്ലീൻ ആക്കുന്നത്. അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ വീടൊക്കെ ഒന്ന് ശുദ്ധിയാക്കി കഴിഞ്ഞാൽ മാലയിടും നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇക്കൊല്ലം അമ്മ മാലയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം നമ്മൾ ഇതുപോലെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പുറത്താക്കി വെച്ചെന്ന് പറയുന്ന ഒരു ശുദ്ധീകരണം പോലെ നമ്മൾ അത്രയും നീറ്റാക്കും കേട്ടോ. സാധാരണ നമ്മൾ തട്ടിയടിക്കുന്ന പോലെയല്ല, നമ്മൾ മണ്ഡലമാസം ആയാലും കേട്ടോ. ഒരു പ്രത്യേകതയാണ് ആ മാസത്തിൽ. പിന്നെ വന്നിട്ട് കഴിച്ചത് ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതും ഒരുപാട് വർഷമായി. പിന്നെ ഇതുപോലെയൊക്കെ സംഭവങ്ങൾ നമ്മളിങ്ങനെ അടിച്ച് കളിക്കുമ്പോഴാണ് അതൊക്കെ വെളിയിൽ ഇറക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ വാളംപുളി ഞങ്ങളിത് കുടത്തിലാട്ടോ നിറച്ച് വയ്ക്കുക. ആവശ്യത്തിന് കുറേശ്ശെ നമ്മൾ എടുക്കും. ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഒരു ലോഡ് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, എനിക്ക് വയ്യാണ്ടായി ഗൈസ്. കുറേ നിന്ന് കഴുകി പിന്നെ ഇരുന്നിട്ടായി ആവും. അമ്മയെ പറയുമ്പോൾ തന്നെ വയ്യാണ്ടാവണം, ആലോചിക്കുമ്പോൾ തന്നെ. അങ്ങനെ ഒരു പകുതി ആശ്വാസമായി. ഉചിത ഫുഡൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഉൾപ്പെടുത്താനേ പറ്റില്ല. അങ്ങനെ ഉൾപ്പെടുത്താൻ ഒരു ലെങ്ത് ആയിരിക്കും. ഇത് ഷോർട്സിലോ ഒതുങ്ങിലോ കഴിച്ച്. പിന്നീണ്ടല്ലോ നമ്മൾ ഈ മാസത്തിൽ നമ്മുടെ വീട്ടിൽ മാലയിട്ടിട്ടുണ്ടല്ലോ. അപ്പം നേരത്തെയൊക്കെ എണിക്കും കഴിച്ചു. അതായത് ഞാനൊരു 5 മണിക്കൊക്കെ എണിക്കണം. എന്നിട്ട് എണിച്ച് കാലത്ത് അടിക്കൽ, വരൽ, തുടക്കൽ പറഞ്ഞാൽ പണികളൊക്കെ നേരത്തെ കഴിയും. ഒരു പ്രത്യേക ഒരു വൈബാട്ടോ. കാലത്ത് തന്നെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തൊഴുത് പിന്നെ അമ്പലത്തിൽ പോക്കൊക്കെ ഇട്ട് ഒരു അടിപൊളിയായിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ സമയം എത്രയായി എന്ന് പറഞ്ഞ് ജസ്റ്റ് പോയി നോക്കുമ്പോൾ 3:30. ഇനി എന്ത് റെസ്റ്റ്, അയ്യോ.